ഈ സമൂഹത്തിൽ ഏറ്റവും അപകടകാരിയാണെന്ന് തോന്നുന്ന ഒരു സംഭവം എന്താ? റിലീജിയൻ ആണ്. ഈ റിലീജിയൻ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ റിലീജിയനെക്കാട്ടിലെല്ലാം പറയണം കോർപ്പറേറ്റ് ആണ് റിലീജിയൻ, സ്പിരിച്വാലിറ്റി, സോഷ്യൽ സർവീസ്, എല്ലാ ഫീൽഡിലും അവരാണ്. അവർക്ക് ഇപ്പോൾ വേരിയബിൾ കുഴപ്പം പറഞ്ഞാൽ എത്തിക്സ് ഇല്ലെങ്കിൽ പ്രശ്നമാവും. അതാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൽ പറഞ്ഞ എത്തിക്സ് ആണ് ആദ്യം വേണ്ടത്. ഈ പല കോർപ്പറേറ്റിന് എത്തിക്സ് ഇല്ല. ഒരു എക്സാമ്പിൾ എല്ലാ ഫീൽഡിലും എക്സാമ്പിൾ പറയാമോ? ഒരു ഫീൽഡിൽ എത്തിക്സ് ഇല്ല. പണ്ട് സിനിമ ഫീൽഡ് മാത്രം മോശം പറഞ്ഞാൽ എല്ലാ ഫീൽഡും മോശമാണ്. മെഡിക്കൽ ഫീൽഡിൽ എന്തൊക്കെയാണ് നടക്കുന്നു? എന്തൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ ലോബി, എത്ര അസുഖങ്ങൾ അവരുണ്ടാക്കുന്നു. അവർ എത്ര ബില്യൺസ് റുപ്പീസ് ഉണ്ടാക്കണം. നമുക്ക് ഒരു മരുന്ന് കഴിച്ചാൽ അത് ഇപ്പോൾ പ്രസറിന് മരുന്ന് കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ കഴിക്കുകയാണ്. ക്യൂറില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്യൂർ ചെയ്താൽ എന്താ പിന്നെ ആരും അത് കഴിക്കില്ല. അഡിക്ഷൻ വരുന്നുണ്ട്. ഇന്നിപ്പോൾ സ്പേസ് റിസർച്ചാണ് കൂടുതൽ തന്നെ മെഡിക്കൽ റിസർച്ചാണ്. റിസർച്ച് നടന്നിട്ട് എന്ത് കാര്യം? ഇവർ ഈ ഫാർമസ്യൂട്ടിക്കൽ ലോബി ഇത് മുഴുവൻ കവർ ചെയ്യാണ്. അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ ലോബി ഭയങ്കരമാണ്. ഇവർക്ക് എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ കൺസേൺഡ് ഓർഗനിൽ 5% വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്പ്രെഡ് ആയി ബാക്കിയെല്ലാം വേറെ ഓർഗൻസിൽ പോയിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അത് റിസർച്ച് നടക്കുക. ടാർഗറ്റഡ് ഡ്രഗ് തെറപ്പി പറയുന്നത് ഒരു കൺസേൺഡ് ഓർഗനിൽ ഇടുമ്പോൾ അവിടെ തന്നെ എത്താൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് സൈഡ് എഫക്റ്റ് വരുന്നത്. 80-85 വയസ്സിലെ ആൾക്കാരെല്ലാം മരുന്ന് കഴിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്.